പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൊടുകര സുൽത്താൻ മഹാനായ സൂഫി ഷഹീദ് റളിയല്ലാഹു തആല അൻഹു, നമുക്കറിയാം അവരുടെ സ്ഥാനത്തേക്ക് ഇവിടെ എല്ലാ ദിക്കിൽ നിന്നും മഹാനായ സൂഫി ഷഹീദ് തങ്ങളുടെയും ഹസനു സഖാഫ് തങ്ങൾ റളിയല്ലാഹു അടക്കമുള്ള മഹത്തുക്കളുടെ ഹദ്റത്തിലേക്ക് ദിനപ്രതി നൂറുകണക്കായ ആളുകൾ സിയാറത്തിന് വരുന്നു. അവരുടെ പ്രശ്നങ്ങൾ ദുന്യവും ഉഖ്റവിയുമായ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി മഹത്തുക്കളുടെ മഖ്ബറയിലേക്ക് വരികയാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഈ ദർബാറിലേക്ക് വന്നിട്ട് അവരെ പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന അനേകായിരം ആളുകളെ നമുക്കറിയാം. പലരും ഇവിടെ വന്ന് അവരുടെ പ്രശ്നങ്ങൾ പലയിടത്ത് പോയിട്ട് പരിഹരിക്കപ്പെടാത്ത വലിയ വലിയ പ്രശ്നങ്ങള് സൂഫി ഷഹീദ് തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പരിഹരിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ദുഃഖത്തോടെ വേദനയോടെ എങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോകും എന്ന ആശങ്കയോടെ വന്ന എത്രയോ പേര് ഈ ഹദ്റത്തിലേക്ക് എത്തിയിട്ട് അവര് ആ മഹാനവറുകളുടെ ഹദ്റത്തിൽ വന്നുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി മദീനയിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി അവരെ വിഷമങ്ങൾ മഹത്തുക്കളെ മുൻനിർത്തി ഖാലിഖായ റബ്ബിനോട് പറഞ്ഞ് അതാ വിഷമത്തോടെ വന്ന എത്രയോ പേര് തിരിച്ചു പോകുന്നത്. കരഞ്ഞു വന്നവർ, പ്രയാസപ്പെട്ട് വന്നവർ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടെയാണ് ഈ മഹത്തുക്കളായ ഔലിയാക്കളുടെ ചാരത്ത് വന്ന് തിരിച്ചു പോകുന്നതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹത്തുക്കൾക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട് ഏതൊരു വിഷയത്തെ നിയന്ത്രിക്കാൻ. മഹാന്മാർക്ക് അല്ലാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. വൽ മുദബ്ബിറാത്തി അംറാ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഔലിയാക്കൾ എല്ലാ വിഷയത്തിലും അവർക്ക് നിയന്ത്രിക്കപ്പെടാൻ കഴിയും. ഏതൊരു വിഷയം പാവപ്പെട്ട മനുഷ്യര്, പാവപ്പെട്ട ആളുകൾ വന്നിട്ട് അവരോട് പ്രയാസം പറയുമ്പോ മഹാന്മാർക്ക് അതിനെ പരിഹരിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ട്. ഏതൊരു പ്രശ്നത്തെയും പരിഹരിക്കാൻ അവർക്ക് കഴിയുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് സൂഫി ഷഹീദ് തങ്ങളുടെ ഉറൂസിൽ ഒരുമിച്ച് കൂടിയ ഈ സമാപന സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടി വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് കേരളത്തിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും ചൂട് കൊണ്ട് സഹിക്കാൻ കഴിയാതെ കുടിവെള്ളം പോലും മുട്ടിക്കിടക്കുന്ന എത്രയോ പ്രയാസപ്പെടുന്ന അനേകായിരം ജനങ്ങളുണ്ട്, ജീവികളുണ്ട്, പറവകളുണ്ട്, ഒരുപാട് പ്രയാസപ്പെടുന്ന ജീവികളുണ്ട്, മനുഷ്യരുണ്ട്. കുടിക്കാൻ വെള്ളമില്ല, ചൂട് കൊണ്ട് സഹിക്കുന്നില്ല, ഇബാദത്ത് ചെയ്യാൻ തടസ്സങ്ങളുണ്ട്. ഇങ്ങനെ പ്രയാസപ്പെടുന്ന അനേകായിരം ആളുകളുണ്ട്. ഇതാ നോക്കൂ, ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ കടന്നു വരുമ്പോ എന്റെ വീട്ടിലേക്ക് കയറി വന്നപ്പോ തങ്ങൾ പറഞ്ഞു, ഇവിടെയും വല്ലാത്ത ചൂടാണല്ലോ. കൊടുകെന്ന് കേട്ടാൽ നല്ലൊരു തണുപ്പുള്ള നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കും ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ ഇത് ഖാലിഖായ റബ്ബിന്റെ പരീക്ഷണമായിരിക്കാം. അതുകൊണ്ട് റബ്ബിന്റെ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് വിജയിക്കേണ്ടതുണ്ട്. ആ വിജയം നമ്മൾ അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ട് റബ്ബിലേക്ക് തഖ്വ ചെയ്ത് ജീവിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പരീക്ഷണത്തിൽ നിന്ന് വിജയം കൈവരിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾ, നമ്മൾ കാട്ടുന്ന വാണ്ടാത്തരങ്ങൾ, അതിങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹു നമ്മെ പരീക്ഷിക്കും, അതിൽ തർക്കമില്ലല്ലോ. അതുകൊണ്ട് റബ്ബിലേക്ക് തഖ്വ ചെയ്ത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലാഹുവിലേക്ക് തഖ്വ ചെയ്ത് ജീവിക്കാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എനിക്കും നിങ്ങൾക്കും കഴിയണം. റബ്ബിനെ ഭയന്നുകൊണ്ട് അല്ലാഹുവിന്റെ അദാബ്, നാം എന്ത് തോന്നിവാസങ്ങൾ ചെയ്യുമ്പോഴും ഏത് തെറ്റ് ചെയ്യുമ്പോഴും അല്ലാഹു കാണുന്നുണ്ട്. ആ റബ്ബിനെ പരീക്ഷിക്കുമല്ലോ. അവൻ എങ്ങനെ പരീക്ഷിക്കുമെന്നറിയില്ല, അവന്റെ അദാബ് എങ്ങനെ വരുമെന്നറിയില്ല. ആ നിലക്ക് തെറ്റുകൾ നാം മാറി നിന്നും
റബ്ബിന്റെ തഖ്വയിലായി മഹാന്മാരെ മുറുകെ പിടിച്ച് അവരെ പൊരുത്തവും അവരെ തിരുനോട്ടം ലഭിക്കുന്നവരായി ജീവിക്കാൻ നാം തയ്യാറാകണം. അങ്ങനെ തയ്യാറായാൽ റബ്ബിന്റെ പരീക്ഷണത്തിൽ നമുക്ക് വിജയിക്കാം. അല്ലാഹു നമ്മെ വിജയിപ്പിച്ചു തരട്ടെ. യാ റബ്ബ് യാ അല്ലാഹ്, റബ്ബേ ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോ ആവശ്യ സമയത്ത് ഞങ്ങൾക്ക് മതിയായ നിന്റെ റഹ്മത്താകുന്ന മഴ തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം അല്ലാഹ്. കുടിക്കാൻ വെള്ളമില്ലാതെ, പ്രാഥമിക ആവശ്യത്തിന് പോലും വെള്ളമില്ലാതെ കട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, റബ്ബിലേക്ക് മടങ്ങണം, ഹബീബായ തങ്ങളിലേക്ക് മടങ്ങണം, ആ തങ്ങളെ മഹബത്ത് വെക്കണം, അവിടുത്തെ പ്രിയം വെച്ച് അവിടുത്തെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചിട്ട് നമുക്ക് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. പരീക്ഷണത്തിൽ നിന്ന് വിജയിച്ചു കിട്ടാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. നമുക്കെങ്ങാനും റബ്ബ് തആല അവന്റെ റഹ്മത്താകുന്ന വെള്ളം തടഞ്ഞു വെച്ചാൽ ആരാണ് സഹോദരങ്ങളെ നമുക്ക് വെള്ളം തരുന്നത്? വരുന്ന ജൂൺ മാസത്തിൽ നമുക്ക് 24-ാം തീയതി ഈ രാജ്യത്തിന്റെ ഇലക്ഷൻ കഴിഞ്ഞതിന്റെ ഫലം വരുമ്പോ ആ ഫലത്തിൽ ആര് ഭരണത്തിൽ വരും എന്ന് കാത്തു നിൽക്കുന്നവർ ആര് ഭരണത്തിലേക്ക് വന്നാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹ് ആ റബ്ബ് തആല വെള്ളം തടഞ്ഞു വെച്ചാൽ ഇവിടെ ഏത് ഭരണാധികാരിക്കും ഏത് രാജാവിനും ആ വെള്ളം തരാൻ കഴിയില്ല. വെള്ളം തരാൻ ഏത് അല്ലാഹു തടഞ്ഞു വെച്ച വസ്തുക്കൾ തരാൻ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. അത് അല്ലാഹുവിനിക്ക് മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റബ്ബ് തആല സൂറത്ത് മുൽക്കിന്റെ അവസാനത്തിൽ പറയുന്നില്ലേ, വെള്ളം തടഞ്ഞു വെച്ചാൽ ആരാണ് നിങ്ങൾക്ക് തരിക? ആ വെള്ളം തടഞ്ഞു വെച്ചാൽ റബ്ബല്ലാതെ അല്ലാഹുവല്ലാതെ നമുക്കാരും തരില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റബ്ബിലേക്ക് മടങ്ങണം, അവനിക്ക് തഖ്വ ചെയ്ത് ജീവിക്കണം, ഹബീബായ തങ്ങളെ സ്നേഹിച്ച് പ്രിയം വെച്ച് അവിടുത്തെ മഹബത്തിലായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അവിടുന്ന് പഠിപ്പിച്ച അല്ലാഹു ആദരിച്ച മഹാന്മാരെ ആദരിക്കണം. അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെ നമ്മൾ ബഹുമാനിക്കണം. അല്ലാഹ് ആദരവ് നൽകിയവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കള്, അല്ലാഹ് ബഹുമാനിച്ചവരാണ് ആരിഫീങ്ങള്, സാദാത്യങ്ങള്. അവരെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. അങ്ങനെ ആ ആദരവ് ഘടിപ്പിക്കുമ്പോ അല്ലാഹു തആല നമുക്ക് ഉയർച്ച തരും. അല്ലാഹു നമ്മളെ കൈവിടില്ല. ആ നിലക്ക് റബ്ബിന്റെ പൊരുത്തത്തിനായി ജീവിച്ച് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലി അവിടുത്തെ സ്വലാത്ത് വർദ്ധിപ്പിച്ച് ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവണം. മഹാന്മാരെ ഉറൂസ് നടക്കുമ്പോ പ്രിയപ്പെട്ടവരെ, അവരെ സ്ഥാനമാനങ്ങൾ അല്ലാഹു അവർക്ക് വലിയ മഹത്വം കൊടുത്തിട്ടുണ്ട്. ഈ എരുമാട് തങ്ങളായ ഞാൻ അവരെ മഹത്വം പറയുന്നത് കൊണ്ട് അവരെ മഹത്വം കൂടുന്നില്ല, ചുരുങ്ങുന്നില്ല. അവർക്ക് വലിയ പവർ ഒന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തിന് അവരെ പേര് ഉറൂസ് കഴിക്കുന്നത്? എന്തിനാ അവരെ പേര് ഒരുമിച്ച് കൂടുന്നത്? എന്തിനാണ് ആ മഹത്തുക്കളെ ചാരത്ത് പോയി ഖുർആൻ ഓതിയിട്ട് നമ്മളെ വിഷമം നമ്മൾ പറയുന്നത്? അവര് വലിയ പവറുള്ള മഹാന്മാരാണ്. അവരെ അനുസ്മരിക്കുമ്പോ അവർക്കല്ല, അവരെ മഹത്വം ഇങ്ങനെ പറയുമ്പോ അവർക്ക് ഞാൻ പറഞ്ഞത് കൊണ്ടോ നിങ്ങൾ പറഞ്ഞുകൊണ്ടോ പവർ കൂടാനില്ല, കുറയാനില്ല. പിന്നെ നമുക്കാണ് നേട്ടം. എന്താണ് നേട്ടമെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞു, ദിക്റുൽ അംബിയാഇ മിനൽ ഇബാദ, അംബിയാക്കളെ സ്മരിക്കല, അംബിയാക്കളെ മദ്ഹ് പറയല, അംബിയാക്കളെ മഹത്വം പറയല, മൗലിദ് ഓതല, ഇതെല്ലാം ഇബാദത്തിന്റെ ഗണത്തിൽ പെടുന്നു. വദിക്റു സ്വാലിഹീന കഫാറ, സ്വാലിഹീങ്ങളെ അനുസ്മരിക്കല, സൂഫി ഷഹീദ് തങ്ങൾ, മറ്റു ഔലിയാക്കളുടെ, ലോകത്തുള്ള ഔലിയാക്കൾ
ഔലിയാക്കളുടെ ഉറൂസ് നടത്തൽ, അവരെ അനുസ്മരിക്കൽ, മഹാന്മാരുടെ അനുസ്മരണ പരിപാടി നടത്തൽ, അതുകൊണ്ട് നടത്തുന്നത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ റബ്ബ് തആല പുറത്തു തരാൻ ഈ അനുസ്മരണവും ഈ ഉറൂസും ഈ ഒരുമിച്ച് കൂടലും കാരണമാകുന്നുവെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇൽമിന്റെ മജ്ലിസിലാണ്, ദിക്റിന്റെ മജ്ലിസിലാണ്, സാദാത്തുക്കളുടെ സാദാത്തുക്കളുടെ ദുആയും ഉപദേശവും കേൾക്കാനാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരിക്കലും നഷ്ടപ്പെടൂല. ഹബീബായ തങ്ങൾ പറഞ്ഞത് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. സ്വർഗത്തെ കുറിച്ച് സൂചിപ്പിച്ചു. ദുനിയാവിലെ 2 സ്വർഗമുണ്ട്. അതിൽ ഒന്നാമത്തെ സ്വർഗമാണ് മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമിന്റെ മജ്ലിസ് അത് സ്വർഗ്ഗത്തോപ്പിൽപ്പെട്ടൊരു തോപ്പാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ ഔലിയാക്കൾ ഉറൂസ് സംഘടിപ്പിച്ചിട്ട് അതിന്റെ മേൽ വഅദ് വെച്ചിട്ട് ദിക്ർ മജ്ലിസ് വെച്ചിട്ട് പ്രഭാഷണം വെച്ചിട്ട് നമ്മൾ ഊര് അങ്ങാടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞും തിരിഞ്ഞും നടന്നാൽ ഇൽമിന്റെ മജ്ലിസ് ഇവിടെ നടക്കുന്നു. പക്ഷേ നമ്മൾ മാർക്കറ്റിലാണ്, കച്ചവടത്തിന്റെ തിരക്കിലാണ്. ഇൽമിന്റെ മജ്ലിസിലേക്ക് നമുക്ക് വരാനും കഴിയുന്നില്ല. എന്നാൽ അവനേക്കാൾ വലിയ പാപ്പർ സൂട്ട്, അവനേക്കാൾ വലിയ പരാജയപ്പെട്ടവന് മറ്റാരുണ്ട്? മുഅ്മിനീങ്ങളെ ഓർക്കേണ്ടതാണ്. അപ്പൊ ഇൽമിന്റെ മജ്ലിസ് സ്വർഗ്ഗത്തിൽപ്പെട്ടൊരു തോപ്പാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെ ഇൽമിന്റെ മജ്ലിസ് ഉണ്ടോ അവിടെ പങ്കെടുക്കണം നമ്മൾ. മറ്റൊരു സ്വർഗമാണ് ദുനിയാവിലെ സ്വർഗം. മബൈന ഖബരി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞു, എന്റെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ റൗൾ മിൻബറിന്റെയും എന്റെ ഖബർ ശരീഫിന്റെയും അടക്കുള്ള ആ സ്ഥലം അത് സ്വർഗ്ഗത്തോപ്പിൽപ്പെട്ടൊരു തോപ്പാണെന്ന്. മുഅ്മിനീങ്ങൾ ഈ സദസ്സുള്ള പലരും അവിടെ കയറിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചവരുണ്ട്. അൽഹംദുലില്ലാഹ്. നമുക്ക് ഇന്ന് നേതൃത്വം നൽകാൻ വന്ന മഹാനായ സയ്യിദ് ഇസ്മായിൽ തങ്ങളും പാപ്പ ഒരുപക്ഷേ നമുക്ക് കൂടുതൽ ഇവിടെയുള്ളവർക്ക് അറിഞ്ഞില്ലെന്ന് വരാം. പക്ഷേ അധിക സമയം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന, തങ്ങളുടെ മദീനയിലാണ് അധിക സമയം ഉണ്ടാകുക. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മദീനയിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ളൂ. അൽഹംദുലില്ലാഹ്. അതോടൊപ്പം സിയാറത്ത്, അതേ ലോകത്തുള്ള സാദാത്യങ്ങളുടെ ഉപ്പാപ്പമാര് കിടക്കുന്ന യമനിലെ തെരീമല, അതേ ജന്നത്തുൽ ബഖീ പോലത്തെ വിശാലമായ ഖബർസ്ഥാനിൽ ആയിരക്കണക്കായ സാദാത്യങ്ങൾ കിടക്കുന്ന തെരീമെന്ന ഖബർസ്ഥാനിൽ അവിടെ കിടക്കുന്ന മഹത്തുക്കളെ സിയാറത്തിന് പലവട്ടവും പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ലോകത്തിന് അറിയപ്പെട്ട പണ്ഡിതരായ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഹഫീദ് തങ്ങൾ നമുക്ക് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കേരളത്തിന്റെ വലിയ വലിയ മജ്ലിസിൽ മർകസ് പോലത്തെ സഅദിയ പോലത്തെ പ്രഗത്ഭരായ സ്ഥാപനങ്ങളിൽ സുൽത്താനുൽ ഉലമയോടൊപ്പം എത്തിയ മഹാനവരികൾ 20 വർഷം മുമ്പാണ് അൽഹംദുലില്ലാഹ് ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഹഫീദ് തങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. അത് എത്തിച്ചത് മഹാനായ സയ്യിദ് ഇസ്മായിൽ തങ്ങളാണ്. നോക്കൂ മുഅ്മിനീങ്ങളെ, അവരെ ബന്ധം എവിടെയാണ് ഈ കലക്ഷന് പോകുന്നതെന്നറിയോ? ഇങ്ങനെ സാദാത്യങ്ങൾ, ഇതുപോലത്തെ മല പോലത്തെ സാദാത്യങ്ങൾ നമുക്ക് നേതൃത്വം നൽകുമ്പോ അവരെ മുഖത്തൊന്ന് നോക്കിയിട്ട് സന്തോഷത്തോടെ 1 മണിക്കൂറെങ്കിലും നമുക്ക് ഇരിക്കാനും കഴിഞ്ഞാൽ അതിനേക്കാൾ വേറൊരു സന്തോഷം ദുനിയാവിന് വേറെയില്ല. ആ തരീമിലുള്ള സർവ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലെയും എല്ലാ സയ്യിദന്മാരുടെയും ഉപ്പാപ്പമാര് കിടക്കുന്ന മണ്ണാണ് യമനിലെ തൽ ഹദറമൗത്തിലെ തരീം എന്ന സ്ഥലത്ത്. ഞങ്ങളുടെയൊക്കെ ഉപ്പാപ്പയായ ഐദുറൂസി ഖബീലയുടെ ഉപ്പാപ്പയ അബ്ദുൽ
മഹത്തുക്കളും കിടക്കുന്ന അവിടെയാണ് ബുഖാരി സാദാത്തികൾ, ജിഫ്രി സാദാത്തികൾ, സഖാഫ് സാദാത്തികളുടെ തലമുറ വലിയ നേതൃത്വം കിടക്കുന്ന വലിയ മണ്ണാണ്. അവിടെ നിന്നാണ് ഇന്ത്യയുടെ പല ഭാഗത്തേക്കും സാദാത്തികൾ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി വന്നത്. അതിൽപ്പെട്ട മഹാനാണ് ഉപ്പാപ്പ സയ്യിദുന ഹസനു സഖാഫ് തങ്ങൾ. ഞങ്ങളുടെയൊക്കെ ഉപ്പാപ്പയായ ബഹുമാനപ്പെട്ട നമുക്കറിയാം, പ്രായമുള്ള പലർക്കും അറിയാം, എരുമാട്ടിലേക്ക് ആദ്യം വന്ന ഐദുറൂസി ഖബയിൽപ്പെട്ട സയ്യിദാണ് സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ എന്ന് പറയുന്ന അരേന്റെ കുഞ്ഞിക്കോയ തങ്ങൾ എന്ന് പറയുന്ന മഹാൻ. അവരുടെ ഉപ്പയാണ് കാസർഗോഡിലെ അതേ കാസർഗോഡ് പള്ളത്ത് കിടക്കുന്ന മഹാൻ. ഞാനിത് സൂചിപ്പിച്ചത് അവരൊക്കെ ഇവിടെ വന്നത് ഇസ്ലാമിക പ്രബോധനം നടത്താനാണ്. അവര് വരുന്ന സമയത്ത് എരുമാട്ടിൽ ഈ കാണുന്ന വീടുകളില്ല, ഈ കാണുന്ന പള്ളികളില്ല, മദ്രസകളില്ല, ദീനീ സംരംഭങ്ങളില്ല. അവര് വന്നിട്ട് ഇസ്ലാമിക പ്രബോധനം നടത്തിയിട്ട് മഹത്തുക്കളായ സാദാത്തികൾ ഔലിയാക്കളാണ് ഇവിടെ ഇസ്ലാമിന്റെ വെളിച്ചം കൊണ്ടുവന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ആ മഹത്തുക്കളെ ആദരിക്കണം, അവരെ ഖുർആൻ ഓതി ഹദിയ ചെയ്യണം. അപ്പൊ അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം പുറത്തു തരും കേട്ടോ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ മജ്ലിസ് ദുആഇന് ഇജാബത്തുള്ള മജ്ലിസായി നീ ഖബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ മുഴുവനും സാദാത്തികളും മഹാനായ സുൽത്താനുൽ ഉലമയും അതുപോലെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളും പാപ്പയും സുന്നത്ത് ബദറു സാദാത്ത് തങ്ങളവരുകളും തുടങ്ങിയിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ അലിമീങ്ങളും സാദാത്തികൾക്കും വലിയ ഇസ്സത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കൾക്കിടയിലും അലിമീങ്ങളും പല പ്രവർത്തകരെയും റബ്ബേ നീ ഖൈറായ നിലക്ക് സന്തോഷത്തിനും നീ നിലനിർത്തണം അല്ലാഹ്. ഞങ്ങളുടെ നാട് വിശാലമായ എരുമാട് കൊടക് ജില്ലയുടെ എല്ലാ ഭാഗത്തിൽ നിന്നും അതേ കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും ഈ സദസ്സിലേക്ക് ഇവിടെ വന്നത് ദുആ പ്രതീക്ഷിച്ചിട്ടാണ്, ഇവിടുത്തെ തബറുക്ക് പ്രതീക്ഷിച്ചിട്ടാണ്. കഴിഞ്ഞ സ്വാഗതത്തിൽ അഷ്റഫ് ജൗഹരി സൂചിപ്പിച്ചതുപോലെ 10,000ങ്ങൾക്ക് അൽഹംദുലില്ലാഹ് തിങ്കളാഴ്ച ഭക്ഷണം കൊടുത്തു. കിലോമീറ്ററുകൾ നടന്നിട്ട് ഒരു മിനിറ്റ് പോലും ശരിക്കും നടക്കാൻ പറ്റാത്ത പ്രായമുള്ളവര് പോലും ഈ വയലിലൂടെ നടന്നുപോയിട്ട് ആ തബറുക്ക് സ്വീകരിച്ചത് എന്തിനാണ്? സ്വീകരിച്ച പ്രായമുള്ള ഒരാള് പറഞ്ഞു, തങ്ങളെ എനിക്കൊരു മിനിറ്റ് നടക്കാൻ എനിക്ക് കഴിയുന്നില്ല, പക്ഷെ ആ തബറുക്കിന്റെ ഭക്ഷണത്തിന്റെ ഞാനങ്ങ് നടന്നു നീങ്ങിയപ്പോ എനിക്ക് കഥപ്പില്ല, എനിക്ക് ക്ഷീണമുണ്ടായിട്ടില്ല, എന്റെ കാലിന്റെ വേദന മാറിപ്പോയി തങ്ങളെ എന്നൊരു പ്രായമുള്ളൊരു പാപ്പ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഇതാണ് മഹാന്മാരെ പവറ്. ആ മഹത്തുക്കൾക്ക് പവറുണ്ട്. മക്കളില്ലാത്തവർക്ക് അല്ലാഹ് മക്കളെ കൊടുക്കുന്നുണ്ട്. ചോദിക്കുന്നത് പോലെ ആ ദർബാറിൽ പോയിട്ട് ചോദിച്ചാൽ അല്ലാഹ് മക്കളെ കൊടുക്കുന്നുണ്ട്. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നുണ്ട്. എന്ത് പ്രശ്നമുണ്ടോ അവിടെ പരിഹാരമില്ലാതെ ഇല്ല. അതുകൊണ്ട് വലിയ മഹാനാണ്, വലിയ കുതുബാണ് അവിടെ കിടക്കുന്ന. അവരെ തർബിയത്തും നദുറും മദദും സാധുക്കളായ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാ സാദാത്തികൾ, ആലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ചെറുപ്പക്കാരന്റെ ശബ്ദം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വിദേശ രാജ്യത്തിലുള്ള പ്രിയപ്പെട്ട പ്രവാസ ലോകത്ത് കഴിയുന്ന പ്രിയപ്പെട്ടവർ, യാ റബ്ബ് യാ അല്ലാഹ് എല്ലാവർക്കും ഈ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഈ നാട്ടിലെ പ്രവാസികൾ, ഈ നാട്ടിലെ എത്രയോ ചെറുപ്പക്കാരി എരുമാടിലെ ഉറൂസിന് വേണ്ടി ലീവ് എടുത്ത് വന്ന പ്രിയപ്പെട്ടവരുണ്ട്, പരിസര നാട്ടുകാരുണ്ട്. എല്ലാവർക്കും ഖൈർ നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. നിന്റെ റഹ്മത്താകുന്ന മഴ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. ഞങ്ങളിൽ സംഭവിച്ചു പോയ, ഞങ്ങൾ ചെയ്ത തെറ്റ് കാരണം കൊണ്ട് ഞങ്ങളെ നീ മഴയില്ലായ്മ കൊണ്ടോ ചൂട് തന്നോ ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങൾക്ക് നിന്റെ റഹ്മത്താകുന്ന മഴ തന്ന് അനുഗ്രഹിക്കണം അല്ലാഹ്.